നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ മരിച്ചുപോയ വ്യക്തികളുടെ ഫോട്ടോസ് വീടുകളിൽ വെക്കാമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും കാണാറുള്ളതാണ് നമ്മൾ ഫോട്ടോസ് വെക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ആകാം, അല്ലെങ്കിൽ അത് നമ്മുടെ അച്ഛനാകാം, അമ്മയാകാം, അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് ആകാം. അതൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. അല്ലെങ്കിൽ ആ കാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ ആൾക്കാരായിരിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി ഒത്തിരി സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഫോട്ടോസൊക്കെ വെക്കുന്നത് നമ്മൾ കാണാറുണ്ട്, പക്ഷേ എന്നാൽ മറ്റ് ചില വീടുകളിൽ ഇത് വെക്കാറുമില്ല. അപ്പോൾ ഏത് ദിശയിൽ വെക്കണം, ഏത് സൈസുള്ളത് വെക്കണം, ഏത് മുറിയിൽ വെക്കണം, ഏത് മുറിയിൽ വെക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ രീതിയാണ്, അതായത് മരിച്ചുപോയ ആൾക്കാരുടെ, അതായത് വ്യക്തിയുടെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്ത് കല്യാണ ആൽബങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഫോട്ടോസ് ഫ്രെയിം ചെയ്തിട്ട് നമ്മൾ ഭിത്തികളിൽ വെക്കാറുണ്ട്. അപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്യാമോ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നല്ലതാണോ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞത്, നമ്മൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മളെ വിട്ടുപിരിഞ്ഞ അല്ലെങ്കിൽ ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള സോളുകളുടെ ഫോട്ടോസ് വെക്കാമോ എന്നതാണ് ഒരു വീട്ടിൽ, അല്ലേ? അതിൻ്റെ ഉത്തരം വെക്കാമെന്ന് തന്നെയാണ്. പക്ഷേ മിനിമലിസ്റ്റിക് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അതായത് ഒരു വീട്ടിൽ ഒരു ഫോട്ടോ ആ വ്യക്തിയുടെ വെക്കാം, അത് ഉറപ്പായിട്ടും നമുക്ക് വെക്കാം. പക്ഷേ മൾട്ടിപ്പിൾ ഫോട്ടോസ് വെക്കാതിരിക്കുക. അതായത് പല മുറികളിലും പല പിക്സ് അദ്ദേഹത്തിനെ പറ്റി അല്ലെങ്കിൽ ആ വ്യക്തിയെ പറ്റിയുള്ളത് വെക്കാതിരിക്കുക. അത് കൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ, അതൊരു പരിധിവരെ നമ്മുടെ പ്രോഗ്രസ്, ആ വീടിൻ്റെ ഒരു പ്രോഗ്രസ്, അതിൻ്റെ ഒരു ഉയർച്ച തടസ്സപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഏത് സൈസുള്ളത് വെക്കണം എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. മിക്കവാറും നമ്മുടെ വീടുകളിലൊക്കെ കാണാറുള്ളത് ഹാഫ് സൈസായിട്ടുള്ള പിക്ചറാണ് നമ്മൾ കാണാറുള്ളത്. അത് തന്നെയാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ ഒരുപാട് വീടുകളിൽ അങ്ങനെ ഫുൾ സൈസ് അത് കണ്ടിട്ടില്ല. ഹാഫ് സൈസായിട്ടുള്ളതാണ് ഏറ്റവും നമ്മൾ കൂടുതൽ കാണാറുള്ളത്. ആക്ച്വലി അത് തന്നെയാണ് ഏറ്റവും നല്ലതും. ഫുൾ സൈസ് വെക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് അവരുടെ ഒരു പ്രസൻസ് ഒരു വീട്ടിൽ ഉണ്ടാകുകയും, അല്ലെങ്കിൽ വാണ്ടറിങ് സ്പിരിറ്റ്സ് എന്നൊക്കെ പറയും, അവരുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാകുകയും, അതേപോലെ ഒരു നെഗറ്റീവ് എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും എന്നാണ് നമ്മുടെ ഒരു സങ്കല്പം. അപ്പം അത് ഇനി ഏത് ദിശയിൽ വെക്കണം എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അതിപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സൗത്ത് വാളിൽ അല്ലെങ്കിൽ തെക്ക് ദിശയിലാണ് നമ്മൾ സാധാരണ വെക്കാറുള്ളത്. പക്ഷേ ഇനി എവിടെയൊക്കെ വെക്കാൻ പാടില്ല എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതായത് മിക്ക വീടുകളിലും കണ്ടിട്ടുണ്ട്, നമ്മൾ മെയിൻ ഡോറ് തുറന്ന് ചെന്ന് കയറുന്ന ഓപ്പോസിറ്റ് വാളിൽ ഈ പറയുന്ന പിക്ചർ ഇരിക്കാറുണ്ട്. പക്ഷേ അത് ഉത്തമമല്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും മെയിൻ ഡോറിന് ഓപ്പോസിറ്റുള്ള വാളുകളിൽ വെക്കാൻ പാടില്ല. അല്ലെങ്കിൽ അതേപോലെ മെയിൻ ഡോറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മറ്റു വാതിലുകളുടെ മുകളിലോ ഈ സംഭവം വെക്കാൻ പാടില്ല എന്ന് പറയും. എസ്പെഷ്യലി ഇനി എവിടെയൊക്കെ ഏതൊക്കെ റൂമിൽ വെക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ, നമ്മുടെ ബെഡ്റൂമിൽ ഒരിക്കലും വെക്കരുത്. അതേപോലെ തന്നെ റെയറായിട്ടാണ് ഇത് കേട്ടിട്ടുള്ളത്, പൂജാമുറിയിൽ കണ്ടിട്ടുള്ളത്, പൂജാമുറിയിലൊക്കെ വെക്കുന്നത്. പക്ഷേ അങ്ങനെ വെക്കാൻ പാടില്ല. അപ്പോൾ ബെഡ്റൂമുകളിലും പൂജാമുറികളിലും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ വിട്ടുപോയവരുടെ ഫോട്ടോസ് വെക്കാൻ പാടുള്ളതല്ല. അപ്പം നമ്മളെ വിട്ടുപോയവരെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നെഞ്ചിലൊരു കനലാണല്ലേ, നമുക്കെപ്പോഴും ഒരു വേദനയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ ചിന്തകളും അവരെക്കുറിച്ച് സ്വപ്നം കാണുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളവരെ പിടിച്ചു വെക്കാതെ അവർക്ക് മോക്ഷം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവർ ആഗ്രഹിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും അവർക്ക് മോക്ഷം കിട്ടുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഒരു സോളിനെ പിടിച്ചു വെക്കുന്നില്ല, ദൈവമേ അതിന് മോക്ഷം കൊടുക്കൂ എന്ന് പ്രാർത്ഥിക്കുക. സ്വപ്നം കാണുമ്പോഴാണെങ്കിലും എല്ലാം അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, എവിടെ വെക്കാമെന്ന് ചോദിച്ചു. അതായത് നമ്മുടെ ലിവിങ് റൂമിൽ വെക്കാം. അതായത് മെയിൻ ഹാളിൽ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലിവിങ് റൂമിൽ അല്ലെങ്കിൽ ഹാളിൽ നമുക്കിത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ചോദ്യം, അതായത് ഇത് എഡിറ്റ് ചെയ്തൊക്കെ വെക്കാമോ ഫോട്ടോ ഫ്രെയിംസ്? അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണെങ്കിൽ പോലും അത് നല്ലതല്ല എന്നാണ് പറയപ്പെടുന്നത്. ബിക്കോസ് ഓരോ സോളിനും നമ്മൾ ഒരു ഭൂമിയിൽ വന്ന് പിറക്കുമ്പോൾ അതിൻ്റെ ഓരോ പർപ്പസ് ഉണ്ടല്ലേ. ആ ഒരു പർപ്പസ് കഴിഞ്ഞ് അവരെ ഫ്രീ ആക്കണം.
അവർക്കൊരു ഹാപ്പി ജേർണി കൊടുക്കണം, അവർക്കൊരു ഫ്രീഡം കൊടുക്കണം. അല്ലാതെ നമ്മളവരെ ക്ലിങ് ചെയ്ത് നിൽക്കാൻ പാടില്ല, പിടിച്ചു വയ്ക്കാൻ പാടില്ല എന്ന് പറയും. അപ്പം നമ്മൾ ഈ പറയുന്ന വ്യക്തിയുടെ ഫോട്ടോസ് ആൽബങ്ങളിലോ കല്യാണ ആൽബങ്ങളിലോ അല്ലെങ്കിൽ ഫോട്ടോസ് ഫ്രെയിം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലോ ഒക്കെ വയ്ക്കാറുണ്ട്. സ്വാഭാവികമാണത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അവരോട് നമ്മളിങ്ങനെ എപ്പോഴും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതാണ് നമ്മുടെ മനസ്സിലെങ്കിൽ പോലും അവർക്ക് ആ ഒരു മോക്ഷം കിട്ടില്ല എന്ന് പറയും. അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റില്ല എന്ന് പറയും. അവർക്കും സങ്കടമാണ്, നമുക്കും സങ്കടമാണ്. അപ്പോൾ അങ്ങനെ വിടാതെ നിൽക്കുമ്പോൾ പല കാര്യങ്ങളും തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.